ഇതാണ് മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു കാര്യമാണ് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ആഗ്രഹം. അത് എംപിമാരുടെ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ആഗ്രഹം അത് ഒന്നോ രണ്ടോ എംപിമാരിൽ ഒതുങ്ങിയിരുന്നില്ല. 6-7 എംപിമാർ ഇത്തരത്തിലുള്ള ആഗ്രഹവുമായി രംഗത്തെത്തിയതാണ്. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തോടുകൂടി ഈ ആഗ്രഹത്തിന് ശക്തി കൂടുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ കെ സുധാകരനിലും അടൂർ പ്രകാശിലും എത്തി നിൽക്കുകയായിരുന്നു ശ്രീ ജേക്കബ് ജോർജ്. അന്ന് തന്നെ പക്ഷേ ഈ ഒരു ആഗ്രഹത്തിന്റെ മുനയൊടിക്കുവാൻ തയ്യാറാകാതിരുന്നത് ഈ ചർച്ച ഇത്രയും നീട്ടിക്കൊണ്ടു പോകാൻ കാരണമായില്ല. പിന്നെ കോന്നിയിൽ അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ ജയസാധ്യതയില്ല, കണ്ണൂരിൽ കെ സുധാകരൻ ഇല്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ട്. ഈ രീതിയിലുള്ള നറേറ്റീവ് വരുന്നതല്ലേ ഏറ്റവും ഇത്രയും സങ്കീർണതകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. മഞ്ജുഷേ, അത് ശരിയാണ്. അപ്പോഴേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒന്നിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ വരാറില്ലല്ലോ. ഇവരൊക്കെ രാജിവെച്ചിട്ട് വീണ്ടും ലോക്സഭയിലേക്കും മത്സരിക്കാൻ പോകുമോ? കോന്നിയിലും കണ്ണൂരും ഒക്കെ മത്സരിക്കാൻ പോകുമോ? ഇതിനകത്ത് യാതൊരു ഇതുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ കയറി മത്സരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് നിയമസഭയിൽ വരുന്നു. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ വലിയ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിന്. എന്നാൽ ഇപ്പം ഭരണം കിട്ടും, മുഖ്യമന്ത്രി എല്ലാം സ്വപ്നം കാണാൻ നമ്മുടെ എം പിമാർ. എന്നാൽ അതും വലിയ അത് സ്വന്തം പാർട്ടിയെ ദോഷകരമായിട്ട് ബാധിക്കും എന്ന സത്യം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് എം പിമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ നിലവാരത്തിലെത്തിയ ഒരു ഔന്നത്യത്തിലെത്തിയ നേതാക്കളാണല്ലോ എം പിമാരാവുന്നത് സാധാരണ. അങ്ങനെയുള്ളവർ ഇതുപോലെയുള്ള ചീപ്പ് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും മോശമാണ്. അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് ചേരുന്നതല്ല എന്നുള്ളതാണ് സത്യം. അതേതായാലും സംസ്ഥാന നേതൃത്വം തന്നെ അതിൽ ശക്തമായ നിലപാടെടുത്തു. ആ നിലപാട് വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് ഹൈക്കമാൻഡിന്റെ വകയായിട്ട് വന്നിരിക്കുന്നു എന്നതാണ് വ്യത്യാസം. ശരി, പട്ടിക എന്തായാലും നീണ്ടുപോയെങ്കിലും ഹൈക്കമാൻഡിന്റെ വിജയമായി തന്നെ ഇതിനെ കണക്കാക്കാം. ഇപ്പോൾ കെ വി ബൈജു കൂടി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ബൈജു, അണികൾ പക്ഷേ നിരാശരായിരിക്കുമല്ലോ. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. ഈ കെ എസ് ബ്രിഗേഡ് എന്നാണ് അറിയപ്പെടുന്നത് പോലും. അപ്പോൾ ഈ ബ്രിഗേഡിന് അസംതൃപ്തി ഉണ്ടാക്കുന്നതും നിരാശ ഉണ്ടാക്കുന്നതുമായ ഒരു തീരുമാനമാണല്ലോ സുധാകരൻ എടുത്തിരിക്കുന്നത്. എന്തായാലും പടക്കം പൊട്ടിച്ചായിരുന്നു രാവിലെ സുധാകരൻ മത്സരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നപ്പോൾ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ അണികൾ അതിനെ വരവേറ്റത്. തീർച്ചയായും അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുധാകരന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ വെച്ചായാലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലായാലും വലിയ തോതിൽ സുധാകരനെ അനുകൂലിച്ച് രംഗത്തെത്തിയവരാണ് അവർ. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനമായി സുധാകരൻ മടങ്ങുന്നതിന് മുമ്പ്, മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് മുമ്പ് മല്ലികാർജ്ജുന ഖാർഗെയുമായി ടെലിഫോൺ സംസാരിച്ചു. കാണാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം കർണാടകയിലാണ്, 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വരൂ, അതായത് തിങ്കളാഴ്ച മാത്രമേ കൂടിക്കാഴ്ചയ്ക്ക് സമയം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ടെലിഫോൺ ബന്ധത്തിൽ പിന്നീട് എന്തൊക്കെ സംഭാഷണം ഉണ്ടായെന്ന് അറിയില്ല. അതിനുശേഷമാണ് സുധാകരൻ ഒരു നിലപാട് മാറ്റമുണ്ടായത്. സുധാകരൻ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യത്തിലെല്ലാം മലക്കം പറയുന്ന തരത്തിൽ വിശദീകരണം ഉണ്ടായത്. എന്തായാലും തിങ്കളാഴ്ച മാത്രമേ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള മറ്റ് ക്രമങ്ങൾ ഉണ്ടാകൂ. ഒരുപക്ഷെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പലവട്ടം ഇത്തരം നേരത്തെയും പല സംഭവങ്ങളിലും വാക്ക് മാറ്റിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പൂർണ്ണമായും കോൺഗ്രസിനെ ആശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഏതായാലും കൊച്ചിയിലേക്കാണ് സുധാകരൻ എത്തുന്നത്. ഇന്ന് രാത്രി കൊച്ചിയിൽ തങ്ങും. നാളെ ഉച്ചയോട് കൂടി മാത്രമേ സുധാകരൻ കണ്ണൂരിലേക്ക് എത്തൂ. അണികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വ്യക്തമായൊരു ഉത്തരം ഈ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു ഉത്തരം അവർക്കുണ്ടാകൂ. അവർ ഉച്ചയ്ക്ക് ആ രീതിയിൽ വിശ്വസിച്ചു. അത് വലിയ തോതിൽ വാർത്തയായി. ദില്ലിയിൽ നിന്നുള്ള വാർത്ത അവരെ ആശ്വസിപ്പിച്ചു. അവർ പടക്കം പൊട്ടി ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വൈകിട്ട് ഏറെ വൈകും വരെ ഇപ്പോഴും DCC ഓഫീസിന് മുന്നിൽ സുധാകരൻ അനുകൂലികൾ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഇതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഈ കാര്യത്തിൽ സുധാകരൻ ഇനി കൂടുതൽ വിശദമായ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമോ? തൽക്കാലം ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാനില്ല. പാർട്ടിക്ക് വഴങ്ങുമെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരണമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് സുധാകരൻ ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇനി അറിയാനുണ്ട്. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയുമായി അവസാനമായ ഒരു ടെലിഫോൺ കോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഫോൺ കോളിൽ ആണ് ഈ ഒരു മഞ്ഞുരുകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി എന്താണ് സുധാകരന്റെ നീക്കം? ഈ പ്രചരണത്തിന് കണ്ണൂരിൽ സജീവമായി ഉണ്ടാകുമോ? അതല്ല സുധാകരന് മറ്റെന്തെങ്കിലും ഓഫറുകൾ നൽകിയിട്ടുണ്ടോ? ഇത്രയും ദിവസം ദില്ലിയിൽ
തങ്ങി സുധാകരൻ ഇതിൽ സമ്മർദ്ദമുണ്ടാക്കിയിട്ടും കൈയും വീശി വരുന്ന ഒരു സുധാകരനെ ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒന്നുമില്ലാതെ അത് പ്രചരണത്തിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രതികരണമൊക്കെയായി. ഏതായാലും സുധാകരൻ ഇനി തിങ്കളാഴ്ചയോട് കൂടി മാത്രമേ അടുത്ത നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. പൂർണ്ണമായും VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഉൾപ്പെടെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമോ, അതാണ് ഇനി ഏറ്റവും കൂടുതൽ. എന്തായാലും മുറിവേറ്റ സിംഹമാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ TO മോഹനൻ അദ്ദേഹം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. നേരത്തെ ഉച്ചയോടുകൂടി TO മോഹനെ അനുകൂലിക്കുന്നവരും സുധാകരനെ അനുകൂലിക്കുന്നവരും തമ്മിൽ ഒരു വാക്കുതർക്കം പോലും ഉണ്ടായതാണല്ലോ അല്ലേ? അതിനുശേഷം എന്തായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ? അതെ മഞ്ജുഷേ, അതായത് മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് വലിയ തോതിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ TO മോഹനെ അനുകൂലിക്കുന്നവരാണ് സുധാകരന് സ്ഥാനാർത്ഥം നൽകരുത് എന്ന രീതിയിൽ മുന്നോട്ട് വാദവുമായി വന്നത്. അതിന് സുധാകരൻ അനുകൂലികൾ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വാക്ക് തർക്കമുണ്ടാവുകയും മാധ്യമപ്രവർത്തകർ അകത്തേക്ക് ചെന്നപ്പോൾ മാധ്യമപ്രവർത്തകരെ തടയുകയും DCC ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആ യോഗം വൈകിട്ട് 4 മണിയോളം വരെ നീണ്ടു നിന്നു. അകത്ത് ഗ്ലാസ് അടച്ച മുറിയിലായിരുന്നു ഇവരുടെ മറ്റ് യോഗം പിന്നീട് തുടർ നടപടികൾ ഉണ്ടായത്. എന്തായാലും സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ തോതിലുള്ള എതിർപ്പ് ആ ഒരു യോഗത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് അവിടെ നേരിട്ടുണ്ടായ ഒരാളിൽ നിന്ന് മനസ്സിലായത്. അതിനുശേഷം ഈ വാർത്ത പുറത്തേക്ക് വരാതിരിക്കാൻ കൃത്യമായി മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും DCC ഭാരവാഹികൾ ഉൾപ്പെടെ തടയുകയും പുറത്തേക്കാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്താണ് ഈ സുധാകരൻ അനുകൂലികളുടെ അവരുടെ നീക്കം? അത് സുധാകരന്റെ പ്രതികരണം പോലെയിരിക്കും. നിലവിൽ അവർക്ക് സുധാകരന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം അവരുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്ത നീക്കം എന്താണെന്നാണ് ഏറ്റവും നിർണായകം. അത് മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ മുറിവേറ്റൊരു സിംഹമാണെന്ന് സുധാകരനെന്ന് ഓർക്കണം. കയ്യും വീശിയാണ് ഡൽഹിയിൽ നിന്നും മടങ്ങുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ അവസാനമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടെങ്കിലും അതും നടന്നില്ല. 2 ദിവസം കഴിഞ്ഞ്, അതായത് തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ മല്ലികാർജ്ജുന ഖാർഗെ കർണാടകയിൽ നിന്നും ദില്ലിയിലേക്ക് എത്തൂ. അപ്പോൾ വേണമെങ്കിൽ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ജേക്കബ് ജോർജ്. അല്ല, ഞാൻ നമുക്ക് അത് അവസാനിപ്പിക്കല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ കയ്യും വീശി സുധാകരൻ മടങ്ങി വരും എന്ന് വിചാരിക്കണ്ട. നമുക്കൊക്കെ നമ്മളിൽ പലർക്കും സുധാകരനെ വർഷങ്ങളായിട്ടറിയാം. കെ സുധാകരൻ അങ്ങനെ കയ്യും വീശി ആയിരിക്കില്ല വരുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റുകയാണെങ്കിൽ നാളെ നമുക്ക് കാണുകയും ചെയ്യാം. എന്തായിരിക്കും അത്? അയ്യോ നമ്മളൊന്നും പറയുകയില്ല. കയ്യും വീശി ആയിരിക്കത്തില്ല സുധാകരൻ വരിക. ഈ സുധാകരൻ ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറയുമോ എന്നുള്ള സന്ദേഹം താങ്കൾക്കുണ്ടോ? എനിക്ക് അങ്ങനത്തെ സന്ദേഹമൊന്നുമില്ല. കാരണം ഇദ്ദേഹം ലോകം സാക്ഷിയായി ലോക മലയാളികളുടെ മുമ്പിലാണ് അദ്ദേഹം ഇന്ന് ഇത്രയും കൂട്ടി സ്വന്തം ശബ്ദത്തിൽ സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അത് മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഖാർഗെയുമായിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹത്തിന് വലിയ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം വലുതായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് കൈ നിറച്ച് തന്നെയായിരിക്കും അദ്ദേഹം വരിക. ശരി, ഇതാണ് ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത്. കെ സുധാകരൻ ഇന്ന് തന്നെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. നേരത്തെ ഇന്ന് രാത്രി കൂടി അവിടെ തങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചതാണ്. പക്ഷേ തീരുമാനങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് അനുകൂലമായി വന്നില്ല. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല. TO മോഹനായിരിക്കും കണ്ണൂരിൽ കോൺഗ്രസിനായി മത്സരിക്കുക. ഈ തീരുമാനം വന്നതോടുകൂടിയാണ് കെ സുധാകരൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അണികൾ വഴി അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള സൂചന നൽകിയത്. പക്ഷേ അത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാൻ എന്തായാലുമില്ല. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മത്സരിക്കാം. പാർട്ടി വിട്ടുള്ള ഒന്നിനും താനില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുകയായിരുന്നു. അതിനു മുൻപാണ് മല്ലികാർജ്ജുൻ ഖർഗെയുമായി അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കുവാൻ അവസരം കിട്ടിയത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചതും. പാർട്ടി വിട്ടുള്ള ഒന്നിനും താൻ ഉണ്ടാവുകയില്ല, തനിക്ക് അണികൾ ഉണ്ട്, പക്ഷേ അവരൊന്നും മറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയുള്ള അണികളാണ് എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് കെ സുധാകരൻ ഇക്കാര്യത്തിൽ വഴങ്ങി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം തന്നെ കെ സുധാകരൻ നിൽക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണെങ്കിലും ഹൈക്കമാൻഡിന്റെ ഒരു വിജയം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.